ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ജീവിതം ഇരുട്ടായി മാറിയ മനുഷ്യന് വഴികാട്ടുന്ന നക്ഷത്രവിളക്കാകാനാണ് ഇന്ന് സഭയുടെ വിളി. സഭയും സമുദായവും ക്രിസ്തുവിന് വേണ്ടി വിശ്വാസികളുടെ കരച്ചേർത്ത് പിടിക്കുമ്പോൾ അവർ സമൂഹത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന പൊന്താരകളായി മാറി. കാവക്കാട് മാതൃവേദി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു കൂരിരുട്ടിലെ നക്ഷത്രവിളക്കുകൾ. പള്ളിയിൽ നിന്ന് അമ്മ മാതൃവേദിയിൽ നിന്ന് 2 ചേച്ചിമാർ കൂടെ മദറുണ്ട്. തോമസേട്ടൻ ഇത്ര വേഗം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. എന്തായാലും ജീവിതം മുന്നോട്ട് കിടക്കുകയില്ല, നമുക്കിങ്ങനെ വിഷമിച്ചിരിക്കാനും പറ്റുകയില്ല. അതേപ്പറ്റിയൊക്കെ ഇനി സംസാരിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? നിങ്ങൾക്കറിയാലോ, ചേട്ടൻ വലിയ സമ്പാദ്യമൊന്നും നിർവഹിച്ചില്ല, എന്താണെങ്കിലും കടമൊന്നുമില്ല. എനിക്കാണെങ്കിൽ പാചകമല്ലാതെ മറ്റു ജോലികളൊന്നും അറിയില്ല. ഇപ്പോൾ എൻ്റെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓർക്കുമ്പോൾ ഉള്ളിലാകെയാണ്. ചേച്ചി, അത് പറയാനാണ് ഞങ്ങൾ വന്നത്. ചേച്ചിയുടെ പാചകം വെച്ച് എന്നൊരു സംരംഭം, അച്ചാർ ഉൾപ്പെടെയുള്ള ആഹാര സാധനങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കി വീടുകളിലും കടകളിലും എത്തിക്കുന്ന ഒരു യൂണിറ്റ്. അതാണ് ഞങ്ങളുടെ മനസ്സിൽ. പഞ്ചായത്ത് പ്രസിഡന്റായി ഐശ്വര്യ ഒരു ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന സഹായം മാത്രം ചെയ്യും. കൂടാതെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. നിനക്ക് എങ്ങനെയാണ് ഞാൻ നന്ദി പറയുന്നതെന്ന് എനിക്കറിയില്ല. അതൊന്നും കാര്യമാക്കണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. ആൻസ്മോളുടെ പ്ലാൻ എന്താണ്? ചാച്ചൻ മോളെ കുറിച്ച് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. മുന്നോട്ട് പഠിക്കില്ലേ? നിർമ്മലയിലെ സിവിൽ സർവീസ് അക്കാഡമിയിൽ ചേർന്ന് 1 വർഷം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി. എന്നാൽ മോൾക്ക് നാളെ വികാരിയച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? നമ്മുടെ പഴയ പിതാവിന്റെ പേരിൽ രൂപതയുടെ ഒരു സ്കോളർഷിപ്പ്, അത് മോൾക്ക് റെഡിയാക്കാം. 1 വർഷത്തെ താമസത്തിന് പഠനത്തിനും അത് ചെയ്യും. ശരി മദർ, ഞാൻ നാളെ തന്നെ പോയി കാണാം. ശരി, ഞങ്ങൾ അറിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട്, ക്ഷമിക്കാൻ മറക്കരുത്. ശരി. ദൈവം നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നു. ശരിയാണ്, നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുള്ള തോന്നലേ. എന്നാൽ ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. ശരി മോനെ. അച്ഛൻ എന്ത് പറഞ്ഞു മോളെ? അത് ശരിയല്ലേ, എന്നോട് പോയി ചേർന്നോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ചേരാമെന്ന് വിചാരിക്കുക. അമ്മ ഈ തിരക്കായിരിക്കുമല്ലോ. ചാച്ചന്റെ അനുഗ്രഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ഇടവക മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുവാൻ തോന്നുന്നു. ശരിയാണ് മോളെ. അങ്ങനെ നമ്മുടെ പരീക്ഷ ഇന്ന് തീർന്നു. നന്നായി ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഫൈനൽ റിസൾട്ട് വരണം. നാട്ടിലൊന്നും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. അമ്മയുടെ സംരംഭം ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊരു ചെറിയ ഹോട്ടലായി മാറി. വികാരിയച്ഛനെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുവഴി 5 പേർക്ക് ജോലിയും കിട്ടി. ഞാൻ ഇന്ന് എന്റെ നാട്ടിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വരും. എനിക്ക് കാണണം നിങ്ങളെ ചേർത്ത് നിർത്തിയ ആളുകളെ. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട് നിങ്ങളുടെ സഭയിൽ ചേരാൻ. എല്ലാവരും എന്തൊരു സ്നേഹവും സഹകരണവും ഒക്കെയാണ്. ശരിക്കും കൂടെ പറഞ്ഞുകളെ പോലെ. എന്നാ ശരി, നമുക്ക് പോയി വന്നിട്ട് കാണാം. ശരി. മോളെ, ഇന്നലെ റിസൾട്ട് വരുന്നത്? അതെ അമ്മേ, ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നേക്കാളും എന്റെ വിജയം ഈ ഇടവക ആഗ്രഹിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് IAS സെലക്ഷൻ കിട്ടി അമ്മേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഇതോടെ തീരും അമ്മേ. ഇത് കാരണം ചാച്ചൻ കൂടെ ഇല്ലാതായി പോയില്ല അമ്മേ. ചാച്ചനെല്ലാം കാണുന്നുണ്ട് മോളെ.
ഹലോ, അതെ. ആ, താങ്ക് യു. എല്ലാം ദൈവാനുഗ്രഹം. അതിനെന്താ പോകുന്നുള്ളൂ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ആരാ മോളെ വിളിച്ചത്? എനിക്ക് IAS സെലക്ഷൻ കിട്ടിയത് ഗുഡ്നസ് TV ചാനലിൽ നിന്നാണ്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം. ഉടൻ ഒരാൾ വരും. അമ്മ പോയി എൻ്റെ വിജയം നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഗുഡ്നസ് ടിവിയിൽ നിന്നാണ്. ആൻസിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ നിന്നാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻസി. താങ്ക് യു. നമ്മുടെ സഭയിൽ നിന്നും ഈ വർഷം IAS കിട്ടിയ ഒരേ ഒരാൾ ആൻസിയാണ്. അഭിമാനകരമായ നിമിഷത്തിൽ ആൻസിക്ക് എന്ത് തോന്നുന്നു? ഒന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവാനുഗ്രഹം. മനസ്സ് നിറയെ നന്ദിയാണ്. വീട്ടാൻ പറ്റാത്ത കടപ്പാട്. ചാച്ചൻ ഞങ്ങളെ വീട്ടു പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് താങ്ങും തണലുമായത് ഈ സഭയാണ്, ഇടവകയാണ്. ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ചാച്ചനെ സ്വപ്ന നേട്ടം കാണുന്നു. തീർച്ചയായും ആൻസിയുടെ അനുഭവം എല്ലാവർക്കും ആവശ്യമാണ്. പ്രേക്ഷകരോട് ആൻസിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ മരവിച്ച് നിന്നുപോയ സമയത്ത് ക്രിസ്തുവിന്റെ കാണപ്പെട്ട ശരീരമായി ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നത് ഈ സമുദായമാണ്, സഭയാണ്. എൻ്റെ ഇനിയുള്ള ജീവിതം അതിന് സാക്ഷ്യം നൽകും. അതുകൂടാതെ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രചോദനമായി ഞാനുണ്ടാവും. സഭയിൽ നിന്നും എനിക്ക് കിട്ടിയ മൂല്യങ്ങൾ എന്നെ നയിക്കും. ഈ സമൂഹത്തിനും സഭയ്ക്കും ഇടവകയ്ക്കും സമുദായത്തിനും എന്നെന്നും എന്നെ ഓർത്ത് അഭിമാനിക്കാൻ ഞാൻ ഇടവരുത്തും. നന്ദി ആൻസി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആൻസിയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ.